ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അലർജി പ്രശ്നത്തെ കുറിച്ച് പറയാനാണ് കേട്ടോ. നമുക്കും നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഡെയിലി ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകൾക്കും സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ ചെറിയ ചെറിയ കാരണം കൊണ്ട് ഒന്ന് കുളിച്ചാൽ അല്ലെങ്കിൽ പൊടി അടിച്ചിട്ടുണ്ടെങ്കിൽ വീട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ പൊടിയൊക്കെ അടിച്ചാലൊക്കെ തുമ്മലും അലർജിയൊക്കെ പെട്ടെന്ന് മൂക്കിൽ നിന്ന് വെള്ളം വരിക, പിന്നെ അത് ജലദോഷമായി മാറുക, അങ്ങനെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ ചിലപ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് കാൽസ്യക്കുറവിന്റെ ചെറിയൊരു ടോണിക്കോ, കുട്ടികൾക്കാണെങ്കിൽ ടോണിക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ കാൽസ്യ ഗുളിക അയൺ ഗുളികൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറയും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. വെള്ളം കൊണ്ടുള്ള അലർജി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോ കുളിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതിനു മുമ്പ് നമ്മുടെ വായിൽ വെള്ളം നിറച്ചു വെച്ചതിന് ശേഷം കുളിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഫസ്റ്റ് ഒന്നും നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വായിൽ ഒരുപാട് സമയം കുളി കഴിയുന്നത് വരെ വെള്ളം പിടിച്ചു വെക്കാനൊന്നും കഴിയില്ല. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആ വെള്ളം തുപ്പിക്കളഞ്ഞതിന് ശേഷം വീണ്ടും വായിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും കുളി തുടരുക കേട്ടോ. നമ്മുടെ വായി 2 കവിളും നല്ല കടച്ചിലുണ്ടാവും ആ വെള്ളം ഒരുപാട് സമയം ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത്. അപ്പൊ അത് തുപ്പിക്കളഞ്ഞിട്ട് വീണ്ടും അതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്ക് ആ ശീലം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കുന്ന സമയത്തോ അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ നമ്മളും കുറച്ച് വെള്ളം വായിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും അങ്ങനെ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ആയിക്കോളൂ കേട്ടോ. ഒരു 2-3 സെക്കൻഡ്, പിന്നെ ഒരു 10 സെക്കൻഡ്, 20 സെക്കൻഡ്, അങ്ങനെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ അവർക്ക് പ്രാക്ടീസ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ പെട്ടെന്ന് വെള്ളം കുടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു തണുത്ത വെള്ളമൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താക്കണം, കുറച്ച് സമയം വായിൽ ആ വെള്ളം ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇറക്കി വിടുക. അപ്പോൾ വായിലുള്ള ഉമിനീരിന്റെ വായിലുള്ള ചൂടും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിന് തണുപ്പ് പോയിട്ട് ചെറിയൊരു ചൂട് അനുഭവപ്പെടും. അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടവേദന ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തണുപ്പ് തട്ടിയിട്ടുള്ള ആ ജലദോഷവും വരില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാ ദിവസവും തുളസിയും കഞ്ഞിക്കൂർക്കലും, പനിക്കൂർക്കല് അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കല് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് കേട്ടോ, അത് ഉപയോഗിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക. ഇളം ചൂടിൽ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലതുപോലെ തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും കുരുമുളകും നമ്മുടെ ഈ 2 ലീഫുകള്, പനിക്കൂർക്കലും അതുപോലെ തന്നെ തുളസീന്റെ ലീഫുകളും ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു ദിവസം 3-4 പ്രാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ജലദോഷം മാറി കിട്ടും കേട്ടോ. കഫക്കെട്ട് നല്ലതുപോലെ കുറഞ്ഞു കിട്ടും. സ്ഥിരമായിട്ട് പാല് കൊടുക്കുന്ന മക്കളാണെങ്കിൽ അമ്മമാര് ഫീഡ് ചെയ്യണതല്ലാതെ നമ്മൾ പശുപാലോ ആടിന്റെ പാലോ ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കൂലേ മക്കൾക്ക്, അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ആ പാലിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കഫക്കെട്ട് അതുപോലെ തന്നെ മറ്റ് പാലുകൊണ്ട് കുട്ടികൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഈ അലർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ വായിൽ വെള്ളം ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. പെട്ടെന്ന് കുളിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ വായിൽ വെള്ളം ഹോൾഡ് ചെയ്ത് വെച്ചാൽ വേറൊരു ഉപകാരം കൂടി നമുക്കുണ്ടാവും. അതെന്താണോ, നമുക്ക് കോൺസെൻട്രേഷൻ വർദ്ധിക്കും. കാരണം നമ്മൾ ആ വായിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മൈൻഡ് സെറ്റ് അനുഭവപ്പെടുന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.